ഓ, ഈ പത്രമെടുത്ത് നിവർത്തിയ മൊത്തം അഴിമതിയാണല്ലോടോ. ഇത് എന്ന് തുടങ്ങിയ ഏർപ്പാടാ? മന്ത്രിമാർക്കും വേണ്ടേ എന്തേലും ഹോബി? ഹോബിയോ? അഴിമതിയോ? പിന്നല്ലാതെ. എന്നിട്ട് അഴിമതി കാണിച്ച ഒറ്റ ഒരുത്തിനെയും പിടിക്കാൻ പറ്റുന്നില്ലല്ലോ. ശരിയാ, ഇപ്പൊ പിടിക്കും നാളെ പിടിക്കുമെന്നൊക്കെ പറയും. TV തുറന്നു കഴിഞ്ഞാ ന്യൂസില് നികേഷേ, ഷാനി എന്നൊക്കെ നിരന്നിരുന്ന് പറയുന്നത് കേൾക്കാം. 2 ദിവസം കഴിഞ്ഞാ എല്ലാം കെട്ടടങ്ങും. ഈ ബാർക്കോഴ കേസും അങ്ങനെ തന്നെ ആകുവോ? നമ്മുടെ ബാബു മന്ത്രി പറഞ്ഞത് കേട്ടില്ലേ, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമെന്ന്. പക്ഷേ ഉപ്പ് തിന്നുന്നത് ആരെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഇവന്മാരീ കോഴയൊക്കെ എന്ത് ചെയ്യുന്നു? വികസനത്തിന് ഉപയോഗിക്കും. എന്ത് വികസനം? വികസിക്കുന്നില്ലേ? മന്ത്രിമാര് വികസിക്കുന്നു, അവരുടെ ഭാര്യമാര് വികസിക്കുന്നു, പിള്ളേര് വികസിക്കുന്നു, പോരെ? എന്തായാലും ഇവന്മാരെയൊക്കെ നമ്മൾ തന്നെയല്ലേ നിയമസഭയിലേക്ക് ജയിപ്പിച്ചു വിടുന്നേ. വല്ലാത്ത ജനപ്രതിനിധികള് തന്നെ. ശരിക്കും പറഞ്ഞ എന്താ ഈ ജനപ്രതിനിധിയുടെ ശരിക്കും അർത്ഥം? എന്തർത്ഥം? ജനങ്ങളുടെ പ്രതിനിധി. മനസ്സിലായില്ല. മനസ്സിലായില്ലല്ലേ? ദേ ടിൻഡു വരുന്നുണ്ട്, ചോദിച്ചു നോക്കിക്കോ. അല്ല ടിൻഡു, എന്താണ് ഈ ജനപ്രതിനിധി? നിന്റെ അച്ഛൻ പറഞ്ഞു കേട്ടിട്ട് എനിക്ക് മനസ്സിലായില്ല. ഞാൻ പറയാം. ജനങ്ങളുടെ നിധി കട്ടുമുടിച്ച് പ്രതിയാകുന്ന ആൾ